Good morning. So, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് പരാബോളയുടെ ജനറൽ ഇക്വേഷനെ കുറിച്ചായിരുന്നു. അതുപോലെ അതിൻ്റെ ഫോക്കസ് ഡയറക്ട്രിക്സ് ഡെഫിനിഷനും പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടൊരു എക്സാമ്പിൾ നോക്കാം. ഗിവൻ പരാബോള ഇ വിത്ത് ഇക്വേഷൻ y² = 2x and parametric equations x = half t² and y = t where t is a real number. ഇപ്പോൾ നമുക്കൊരു പരാബോളയുടെ ഇക്വേഷൻ തന്നിട്ടുണ്ട്. y² = 2x ആണ്. അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻസ് എന്ന് പറയുന്നത് x = half t² and y = t ആണ്. നമുക്ക് ക്വസ്റ്റ്യനിൽ എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ഡൗൺ ദി ഫോക്കസ്, വെർട്ടെക്സ്, ആക്സിസ് ആൻഡ് ഡയറക്ട്രിക്സ് ഓഫ് ഇ. സോ നമുക്ക് ഫോക്കസ് കണ്ടുപിടിക്കണം, വെർട്ടെക്സ് കണ്ടുപിടിക്കണം, ആക്സിസ് കണ്ടുപിടിക്കണം ആൻഡ് ഡയറക്ട്രിക്സും കണ്ടുപിടിക്കണം ഈ തന്നിരിക്കുന്ന പരാബോളയുടെ. Also determine the equation of the chord that joins distinct points P and Q on E with parameters T1 and T2 respectively. Determine the condition on T1 and T2 such that the chord PQ passes through the focus of E. So, നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അതായത് ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഫോക്കസും വെർട്ടെക്സും ആക്സിസും ഡയറക്ട്രിക്സും കണ്ടുപിടിക്കാം. The parabola E is the parabola in standard form where 4a = 2. അതായത് നമുക്കറിയാം പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഇക്വേഷൻ എന്താണ്? y² = 4ax ആണ്. നമ്മൾ ഇന്നലെ കണ്ടു പരാബോളയുടെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് y² = 4ax ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് y² = 2x ആണ്. സോ ഈ സ്റ്റാൻഡേർഡ് ഫോമിൽ y² = 4ax കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാൻ പറ്റും? 4a = 2 എന്ന് കിട്ടും. So comparing with the standard form, we get 4a = 2. So അവിടെ നിന്ന് നമുക്ക് a = 1/2 എന്നുള്ള വാല്യൂ കിട്ടും. Because a = 2 / 4, that is equal to 1/2. So a ന്റെ വാല്യൂ എന്ന് പറയുന്നത് 1/2 ആണ്. It follows that the focus E. അപ്പോൾ നമുക്കറിയാം ഫോക്കസിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? a, 0 ആണ് ഫോക്കസിന്റെ ഇക്വേഷൻ അല്ലേ? ഇക്വേഷൻ ഓഫ് ദി ഫോക്കസ് എന്ന് പറയുന്നത് കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് എന്ന് പറയുന്നത് നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇതാണ് ഫോക്കസ്. a, 0 ആണ് ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. ഫോക്കസ് ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് ഇറ്റ് ഇസ് ഗിവൻ ബൈ a, 0. ഫോക്കസ് ഇവിടെ നമ്മൾ a, 0 ആണ് ഡിനോട്ട് ചെയ്യുന്നത്. സോ നമുക്ക് എന്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാൻ പറ്റി. എന്റെ വാല്യൂ 1/2 ആണെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. അതുകൊണ്ട് തന്നെ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് ഏതായിരിക്കും? 1/2 0 ആയിരിക്കും. വെർട്ടെക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 0 ആണ്. കാരണം നമുക്കറിയാം y² = 4ax എന്ന് പറയുന്ന പരാബോളയുടെ വെർട്ടെക്സ് എന്തായാലും 0 0 ആണ്, ഒറിജിൻ ആണ്. പിന്നെ അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എന്താണ്? എക്സ് ആക്സിസ് ആണ്. കാരണം y² = 4ax എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലുള്ള പരാബോള നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തു. ഇതാണ് y² = 4x എന്ന് പറയുന്ന പരാബോളയുടെ ആക്സിസ് എക്സ് ആക്സിസ് ആണ്. അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഈ ഒറിജിൻ ആണ്. അതിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് a0 എന്ന് പറയുന്ന പോയിന്റ് ആണ്. ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്താണ്? x = -a ആണ്. സ്റ്റാൻഡേർഡ് y² = 4x എന്ന് പറയുന്ന സ്റ്റാൻഡേർഡ് ഫോമിലുള്ള പരാബോളയുടെ ഇക്വേഷൻ ഓഫ് ദി ഡയറക്ട്രിക്സ് ഈസ് x = -a. ഇക്വേഷൻ ഓഫ് ഫോക്കസ് ഈസ് f(a0). ഇക്വേഷൻ അല്ല, കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് എന്ന് പറയുന്നത് a, 0 ആണ്. അതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്. അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. സോ നമുക്കിവിടെ എന്ത് കിട്ടി? ഫോക്കസിന്റെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് a, 0. എയുടെ വാല്യൂ 1/2 ആയതുകൊണ്ട് ദാറ്റ് ഇസ് 1/2, 0. ഇതിന്റെ വെർട്ടെക്സ് എന്ന് പറയുന്നത് ഒറിജിൻ ആണ്, ദാറ്റ് ഇസ് 0 0. അതിന്റെ ആക്സിസ് എന്ന് പറയുന്നത് എക്സ് ആക്സിസ് ആണ്. ആൻഡ് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് എന്ന് പറഞ്ഞാൽ x = -a ആണ്. ഇവിടെ എയുടെ വാല്യൂ നമുക്ക് ഓൾറെഡി 1/2 ആണ് കിട്ടിയിട്ടുണ്ട്. സോ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ വി ഹാവ് x = -2. അപ്പോൾ ഡയറക്ട്രിക്സിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x = -2 ആണ്. സോ നമുക്ക് എ പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ്റെ ആൻസർ കിട്ടി. ഇനി നമുക്ക് ബി പാർട്ടിലുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഡിറ്റർമിൻ ദി ഇക്വേഷൻ ഓഫ് ദി കോഡ്. നമുക്ക് ഈ കോഡിന്റെ ഇക്വേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഈ കോഡ് എവിടെ നിന്ന് എവിടം വരെയുള്ള കോഡാണ്? ദാറ്റ് ജോയിൻസ് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് P and Q on E.
നമ്മുടെ ഈ പരാബോളയിലുള്ള രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സിന് ജോയിൻ ചെയ്യുന്ന ഒരു കോഡാണ് വിത്ത് പാരാമീറ്റേഴ്സ് T1 ആൻഡ് T2 റെസ്പെക്റ്റീവ്ലി. അതായത് പി എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമീറ്റേഴ്സ് ആണ് T1 ആൻഡ് Q എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമീറ്റേഴ്സ് ആണ് T2. നമുക്കറിയാം ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട് പരാബോളയുടെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x = ½ t², y = t ആണ്. അതായത് y എന്ന് പറയുന്ന y എന്ന് പറയുന്ന ഏതൊരു ആർബിട്രറി പോയിന്റ് ഓൺ ദിസ് പരാബോള നമ്മൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ½ t²ഉം y = t ആയിരിക്കും. അപ്പോൾ നമുക്ക് p എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് ½ t1², x = ½ t1²ഉം y = t1 ആയിരിക്കും. കാരണം ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് p എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമീറ്റേഴ്സ് T1 ആണ്, q എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമീറ്റർ T2 വെച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് q എന്ന് പറയുന്ന പോയിന്റിന്റെ ഈ ഫിഗറിൽ തന്നിട്ടുണ്ട് q എന്ന് പറയുന്ന പോയിന്റിന്റെ പാരാമെട്രിക് ഇക്വേഷൻ ½ t2², t2 ആണ്. കാരണം x = ½ t2²ഉം y = t2 എന്ന് പറഞ്ഞിട്ടുള്ള കോർഡിനേറ്റ് ആണ് അതിന് വരുന്നത്. അപ്പോൾ p എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ½ t1², t1 ആൻഡ് q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ½ t2², t2 ആണ്. സോ ഈ രണ്ട് പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന കോഡിന്റെ ഇക്വേഷനാണ് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാനുള്ളത്. പിന്നെ എന്താണ്? ഡിറ്റർമിൻ ദി കണ്ടീഷൻ ഓൺ T1 ആൻഡ് T2 such that the code PQ passes through the focus of E. ഈ കോഡ് PQ എന്ന് പറയുന്നത് ഈ പരാബോളയുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുകയും കൂടെ വേണം. അങ്ങനെ ഒരു അഡീഷണൽ കണ്ടീഷനും കൂടെ തന്നിട്ടുണ്ട്. കോഡ് PQ passes through the focus of E. സോ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന PQ എന്ന് പറയുന്ന കോഡിന്റെ ഇക്വേഷൻ നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. ഓൾസോ നമ്മൾ കണ്ടീഷൻ ഓൺ T1 ആൻഡ് T2 എന്താണ്, T1 ഉം T2 എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിട്ടുള്ളതെന്നും കൂടെ നമുക്ക് നോക്കാം. സോ നമുക്കറിയാം p എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ½ t1², t1 ആണ്. സിമിലർലി q എന്ന് പറയുന്ന പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ½ t2², t2 ആണ്. സോ ഇഫ് t1² നോട്ട് ഈക്വൽ ടു t2², അതായത് ഈ t1² t2² നോട്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ t1 ഉം t2 ഉം നോട്ട് ഈക്വൽ ആയിരിക്കും. അതായത് y കോർഡിനേറ്റ്സ് ഡെഫിനറ്റ്ലി നോട്ട് ഈക്വൽ ആയിരിക്കും. വിച്ച് ഇംപ്ലൈസ് x കോർഡിനേറ്റ്സും ½ t1² ½ t2² ഈക്വൽ ആവില്ല. അതായത് ഇത് രണ്ട് ഡിസ്റ്റിങ്ക്റ്റ് പോയിന്റ്സ് ആണെങ്കിൽ ദ സ്ലോപ്പ് ഓർ ഗ്രേഡിയന്റ് ആസ് ഇറ്റ് ഈസ് സംടൈംസ് കോൾഡ്. അതായത് അങ്ങനെയാണെങ്കിൽ സ്ലോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? PQ എന്ന് പറയുന്ന ലൈനിന്റെ സ്ലോപ്പ് കാണാനുള്ള ഇക്വേഷൻ എന്താണ്? ദാറ്റ് ഈസ് ഈക്വൽ ടു y2 minus y1 divided by x2 minus x1 ആണ്. ഓക്കെ, അതായത് x1 y1 x2 y2 എന്ന് പറയുന്ന രണ്ട് പോയിന്റ്സിനെ ജോയിൻ ചെയ്യുന്ന ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? m is equal to y2 minus y1 divided by x2 minus x1 ആണ്. അതായത് y കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ x കോർഡിനേറ്റ്സിന്റെ ഡിഫറൻസ്. സോ ഇവിടെ y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? T2ഉം T1 ആണ് അല്ലേ? y കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് T2 വരും, T1 വരും. x കോർഡിനേറ്റ്സ് ഏതൊക്കെയാണ് ഈ രണ്ട് പോയിന്റ്സിന്റെ? ഒന്ന് ½ t2²ഉം ഒന്ന് ½ t1² ആണ്. സോ y2 minus y1 divided by x2 minus x1 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? സ്ലോപ്പ് m is equal to t1 minus t2 divided by ½ t1² minus ½ t2². അപ്പൊ നമുക്ക് ഹാഫ് കോമൺ ഔട്ട്സൈഡ് എടുത്ത് എഴുതാം. സോ ദിസ് ഇസ് ഈക്വൽ ടു t1 minus t2 divided by half of t1² minus t2². ആൻഡ് നമുക്കറിയാം t1² minus t2² എങ്ങനെ എഴുതാം? t1 minus t2 into t1 plus t2 എന്ന് എഴുതാം. അതിൽ ന്യൂമറേറ്ററിൽ t1 minus t2ഉം ഡിനോമിനേറ്ററിൽ t1 minus t2ഉം നമുക്ക് കട്ട് ചെയ്യാം. സോ ബാക്കി നമുക്ക് എന്തുണ്ടാവും? ഈ ഹാഫ് എന്നുള്ളത് ന്യൂമറേറ്ററിലേക്ക് പോകും. കാരണം ഡിവൈഡഡ് ബൈ 1/2 എന്നുള്ളത് ഇൻറ്റു 2 ആയി മാറും. So this is equal to 2 divided by t1 plus t2. അപ്പോൾ നമുക്ക് സ്ലോപ്പിന്റെ ഇക്വേഷൻ എന്ത് കിട്ടി? m is equal to 2 divided by t1 plus t2. Since half t1², t1 lies on the line PQ, it follows that equation of PQ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്കൊരു ലൈനിന്റെ ഇക്വേഷൻ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? സ്ലോപ്പ് അറിയാം, അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അറിയാമെങ്കിൽ നമുക്ക് y minus y0 is equal to m into x minus x0 ആണ് ഇക്വേഷൻ വരുന്നത്. x0 y0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈനിന്റെ
ഇക്വേഷൻ, ആ ലൈനിൻ്റെ സ്ലോപ്പ് നമുക്കറിയാമെങ്കിൽ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി ലൈൻ എന്താണ്, ഇതൊക്കെ നമ്മൾ +2 പഠിച്ചിട്ടുണ്ട്. ലൈനിൻ്റെ ഫോംസ് കാണാനുള്ള ഇക്വേഷൻ, ഒരു ലൈനിൻ്റെ സ്ലോപ്പ് അറിയാം, അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും അറിയാമെങ്കിൽ ആ ലൈനിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് y - y0 = m × x - x0 ആണ്. സോ ഇവിടെ x0 y0 എന്ന് പറയുന്നത് ½ t1² t1 ആണ് പോയിന്റ്. സോ ദിസ് ഇസ് ഈക്വൽ ടു y - t1. ഇക്വേഷൻ ഓഫ് ലൈൻ എന്ന് പറഞ്ഞാൽ y - t1 is equal to 2 divided by ഈ 2 divided by t1 plus t2 എന്ന് പറയുന്നത് സ്ലോപ്പിൻ്റെ വാല്യൂ ആണ്, ഇൻറ്റു x - x0 എന്ന് പറയുന്ന പോയിന്റ് ½ t1² ആണ്. ഇതാണ് നമ്മുടെ x0 y0 എന്ന് പറയുന്ന പോയിന്റ്. സോ x0 y0 എന്ന് പറയുന്ന പോയിന്റിലൂടെ പാസ് ചെയ്യുന്ന ഒരു ലൈൻ ഹാവിങ് സ്ലോപ്പ് 2 divided by t1 plus t2. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y - t1 is equal to 2 divided by t1 plus t2 into x minus ½ t1². ഇതിപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കാണുന്നതെന്ന് അറിയാത്തവർ നമ്മുടെ പഴയ +2 ടെക്സ്റ്റ് ഒക്കെ ഒന്ന് എടുത്ത് വായിച്ച് നോക്കുക, അപ്പോൾ മനസ്സിലാവും. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, മൾട്ടിപ്ലൈങ് ബോത്ത് സൈഡ്സ് ബൈ t1 plus t2. രണ്ട് സൈഡ് നമ്മൾ t1 plus t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് വരും, t1 plus t2 into y minus t1 is equal to, ഈ ബ്രാക്കറ്റും കൂടെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് റീഅറേഞ്ച് ചെയ്തതാണ്. സോ 2x-നെ LHSലേക്ക് എടുത്തു, -2x is equal to നമുക്ക് എന്ത് വരും, t1² എന്ന് കിട്ടും. അതായത് നമ്മൾ രണ്ട് സൈഡും t1 plus t2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ട് ഒന്ന് റീഅറേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. സോ ദാറ്റ് നമുക്കിതിനെങ്ങനെ റീഅറേഞ്ച് ചെയ്ത് എഴുതാം, t1 plus t2 into y minus t1². ഈ ബ്രാക്കറ്റും കൂടെ ഒന്ന് ഓപ്പൺ ചെയ്യാണ്. സോ t1 plus t2 into y minus t1² minus t1 t2 equal to 2x minus t1² എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. സോ ഈ ഒരു ഇക്വേഷനെ നമ്മൾ റീഅറേഞ്ച് ചെയ്തിട്ട് നമ്മൾ എങ്ങനെ എഴുതി, t1 plus t2 into y minus t1² minus t1 t2 is equal to 2x minus t1² എന്ന് എഴുതി. ഓർ അതിനെ ഒന്നുകൂടെ റീഅറേഞ്ച് ചെയ്ത് നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും, t1 plus t2 into y equal to 2x plus t1 t2 എന്നുള്ള ഫോമിലേക്ക് മാറ്റി എഴുതാം. സോ നമുക്ക് ഇക്വേഷൻ ഓഫ് ദി കോഡ് ഈ ഒരു ഫോമിലാണ് കിട്ടിയത്, t1 plus t2 into y is equal to 2x plus t1 t2. ഇത് നമ്മൾ എന്ത് അസ്യൂം ചെയ്തപ്പോഴാണ് നമുക്ക് കിട്ടിയത്, t1² not equal to t2² എന്നുള്ള അസംഷൻ ബേസ് ചെയ്തിട്ടുള്ള ഒരു ഇക്വേഷനാണ് നമുക്ക് എങ്ങനെ കിട്ടിയത്. ഇനിയിപ്പോൾ നമ്മൾ സപ്പോസ് ചെയ്യാണ്, സപ്പോസ് t1² is equal to t2² ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യാണ്. പക്ഷെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് t1 t2 എന്ന് പറയുന്നത് നോട്ട് ഈക്വൽ ആണ്. സോ അവരുടെ സ്ക്വയേഴ്സ് ഈക്വൽ ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഓപ്ഷൻ ഉള്ളൂ, t1 is equal to minus t2 എന്നുള്ള ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ അല്ലേ. t1² equal to t2² ആണ്, പക്ഷെ given t1 not equal to t2, സോ t1 should be equal to minus t2. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും, ദസ് pq എന്ന് പറയുന്നത് പാരലൽ ടു y ആക്സിസ് ആയിരിക്കും. y ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് വരുന്നത്. കാരണം t1 equal to minus t2 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരും, ഇവിടുന്ന് നമുക്ക് x equal to ഒരു കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ കിട്ടുക. ബിക്കോസ് t1 equal to minus t2 ആകുമ്പോൾ LHS വാനിഷ് ചെയ്യും. സോ x equal to ഒരു കോൺസ്റ്റന്റ് എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. അതെന്താണ്, അതൊരു ലൈൻ പാരലൽ ടു ദി y ആക്സിസ് ആണ്. x equal to ഒരു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ ഓഫ് എ ലൈൻ പാരലൽ ടു ദി y ആക്സിസ്. And so has equation x equal to half t1². because ഇവിടെ t1 equal to minus t2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് വരും, minus t1² എന്ന് വരും. 2x minus t1² equal to 0 എന്ന് കിട്ടും. സോ അതിൽ നിന്ന് നമുക്ക് x equal to half t1² എന്നുള്ള ഇക്വേഷൻ ആണ് കിട്ടുക. ആ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, y ആക്സിസിനോട് പാരലൽ ആയിട്ടുള്ള ഒരു ലൈനിന്റെ ഇക്വേഷൻ ആണ്. സോ ഇൻ ദിസ് കേസ് 2 pq has equation given by 10. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ രണ്ട് കേസിലും നമുക്ക് പി ക്യൂവിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചു. ദ കോഡ് പി ക്യൂ വിത്ത് ഇക്വേഷൻ 10 പാസസ് ത്രൂ ദി ഫോക്കസ്. അങ്ങനെ അത് ഫോക്കസ് ഏതായിരുന്നു, ഫോക്കസ് 1/20 എന്ന് പറയുന്ന
പോയിന്റിലൂടെ പാസ് ചെയ്യും. എപ്പോൾ ഇഫ് അതായത് എക്സിന് നമ്മൾ ഈ ഇക്വേഷനിൽ 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈന് നമ്മൾ 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഈ ഇക്വേഷൻ നമ്പർ 10 എക്സ് ഈക്വൽ ടു 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, വൈ ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ബിക്കോസ് ഒരു ഇക്വേഷൻ ഈ ഒരു പോയിന്റിലൂടെ പാസ് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ആ ഇക്വേഷനിൽ ഈ പോയിന്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം അല്ലേ? സോ നമ്മുടെ ഇക്വേഷൻ നമ്പർ 10 നമ്മുടെ PQ എന്ന് പറയുന്ന കോഡിന്റെ ഇക്വേഷൻ ആയിരുന്നു. ആ കോഡ് ഫോക്കസിലൂടെ പാസ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ് 1/2, 0 ആയിരുന്നു. അതായത് എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം, വൈന് 0 എന്ന് പറയുന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. സോ എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വൈന് 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് T1 + T2 × 0 എന്ന് കിട്ടും. എക്സിന് 1/2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 2 × 1/2 = 1 ആണ്, പ്ലസ് T1 T2 എന്ന് കിട്ടും. അപ്പോൾ ഇതിനൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് വരും? T1 T2 = -1 എന്ന് കിട്ടി. സോ നമ്മളോട് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു T1 T2ന്റെ റിലേഷൻ കണ്ടുപിടിക്കാൻ അല്ലേ? ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കണ്ടീഷൻ ഓൺ T1 ആൻഡ് T2 കണ്ടുപിടിക്കാൻ. എപ്പോൾ PQ എന്ന് പറയുന്ന കോഡ് നമ്മുടെ ഫോക്കസിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് T1 T2 എന്ന് പറയുന്ന പാരാമീറ്റേഴ്സ് തമ്മിലുള്ള കണ്ടീഷൻ ഡിറ്റർമിൻ ചെയ്യണം. അപ്പോൾ നമുക്ക് ആ കണ്ടീഷൻ എന്താണ് കിട്ടിയത്? T1 × T2 = -1 ആണ് കിട്ടിയത്. നമ്മുടെ PQ എന്ന് പറയുന്ന കോഡ് ഫോക്കസിലൂടെ പാസ് ചെയ്യുമ്പോൾ നമുക്ക് T1 × T2 = -1. സോ T1 × T2 = -1 എന്ന് പറയുന്ന കണ്ടീഷനാണ് ഈ കോഡ് സാറ്റിസ്ഫൈ ചെയ്യുക when it is passing through the focus 1/2, 0. ഓക്കെ അല്ലേ? സോ എല്ലാവരും ഈ പ്രോബ്ലം ഒന്ന് വർക്ക്ഔട്ട് ചെയ്ത് നോക്കണം. നിങ്ങൾ നോട്ട്സ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചെയ്ത് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. സിമിലർ ആയിട്ടുള്ളൊരു പ്രോബ്ലമാണ് പ്രോബ്ലം 7. സോ അത് നിങ്ങൾ ഹോംവർക്ക് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നോട്ട്സിൽ അതിൻ്റെ സൊല്യൂഷനും കൂടെ എഴുതി സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, നമ്മൾ ചെയ്ത പ്രോബ്ലം 6ന്റെ അതേ പാറ്റേണിലുള്ള ഒരു പ്രോബ്ലമാണ് പ്രോബ്ലം 7 കൂടെ വരുന്നത്. സോ പ്ലീസ് ട്രൈ ഇറ്റ് ആസ് എ ഹോംവർക്ക്. നെക്സ്റ്റ് നമുക്ക് വരുന്ന ടോപ്പിക്ക് എലിപ്സ് ആണ്. സോ ഓക്കെ, സോ ഓൾറെഡി നമ്മൾ കണ്ടു കഴിഞ്ഞു എലിപ്സിന്റെ എക്സെൻട്രിസിറ്റി എന്ന് പറയുന്നത് 0 ≤ E <1 ആവുന്ന സമയത്തുള്ള കോണിക് സെക്ഷനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻ പെർട്ടിക്കുലർ ഈ എക്സെൻട്രിസിറ്റി E എന്ന് പറയുന്നത് എക്സാക്ട്ലി =0 ആവുന്ന സമയത്ത് ഈ എലിപ്സ് ഒരു സർക്കിളായി മാറും. സോ എലിപ്സ് വിത്ത് എക്സെൻട്രിസിറ്റി 0 ഈസ് സെറ്റ് ടു ബി എ സർക്കിൾ. ഇനി നമ്മൾ എലിപ്സിന് ഫോക്കസ് ഡയറക്ട്രിക്സ് ഡെഫിനിഷൻ കൊടുക്കുകയാണെങ്കിൽ ellipse with eccentricity E, where E is varying from 0 to 1, is the set of points P in the plane whose distance from a fixed point F is E times their distance from a fixed line D. അപ്പോൾ ഈ ഫിക്സഡ് ലൈൻ എന്ന് പറയുന്നത് ഡയറക്ട്രിക്സ് ആണ്. ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ E ടൈംസ് ആയിരിക്കണം ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ്. അത്തരത്തിലുള്ള പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ എലിപ്സ് എന്ന് പറയുന്നത്. സോ എലിപ്സ് എന്ന് പറയുന്നത് ഇസ് ദി സെറ്റ് ഓഫ് പോയിന്റ്സ് P ഇൻ ദി പ്ലെയിൻ ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് പോയിന്റ് F. ഈ ഫിക്സഡ് പോയിന്റ് F ആണ് നമ്മുടെ ഫോക്കസ് എന്ന് പറയുന്ന പോയിന്റ്. സോ ആ ഫോക്കസിലേക്കുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഇസ് E ടൈംസ്, E എന്ന് പറയുന്നത് ഇവിടെ എക്സെൻട്രിസിറ്റി ആണ്, E ടൈംസ് their ഡിസ്റ്റൻസ് ഫ്രം എ ഫിക്സഡ് ലൈൻ D. അപ്പോൾ ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ E ടൈംസ് ആയിരിക്കും ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ് വരിക. സോ അത്തരത്തിലുള്ള കളക്ഷന്റെ പോയിന്റ്സ്, അത്തരത്തിലുള്ള പോയിന്റ്സിന്റെ കളക്ഷനെയാണ് നമ്മൾ ഒരു എലിപ്സ് എന്ന് പറയുന്നത്. ഇപ്പം നമുക്ക് ഈ ഫിഗറിൽ തന്നിട്ടുള്ളത് ഒരു സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എലിപ്സ് ആണ്. സോ സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എലിപ്സിന്റെ ഇക്വേഷൻ നമുക്കൊന്ന് ഡിറൈവ് ചെയ്ത് നോക്കാം. സ്റ്റാൻഡേർഡ് ഫോമിലുള്ള എലിപ്സിന്റെ ഫോക്കസ് എന്ന് പറയുന്നത് എപ്പോഴും ലൈസ് ഓൺ ദി എക്സ് ആക്സിസ് ആൻഡ് അതിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് AE 0 ആയിരിക്കും, where A is greater than 0. സോ ഫോക്കസിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് AE 0, where A is a പോസിറ്റീവ് റിയൽ നമ്പർ, A greater than 0 ആണ്. പിന്നെ ഡയറക്ട്രിക്സ് D എന്ന് പറയുന്നത് is given by the equation x = A/E. അപ്പോൾ ഡയറക്ട്രിക്സ് Dന്റെ ഇക്വേഷൻ എന്താണ്? x = A/E ആണ്. സോ x = A/E എന്ന് പറയുന്ന ലൈൻ ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് x = A/E എന്ന് പറയുന്ന ലൈന്. ആ ലൈനിൽ നിന്നുള്ള ഡിസ്റ്റൻസിന്റെ E ടൈംസ് ആയിരിക്കണം
ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. സോ അത്തരത്തിലുള്ള കളക്ഷൻ ഓഫ് പോയിന്റ്സ് നമ്മൾ പ്ലോട്ട് ചെയ്യുകയാണ് ഒരു പ്ലെയിനിലെങ്കിൽ നമുക്ക് ഈ ഒരു ഷേപ്പിലുള്ള ഫിഗറാണ് കിട്ടുക. ആ ഫിഗറിന് പറയുന്ന പേരാണ് എലിപ്സ് എന്നുള്ളത്. സോ അപ്പോൾ നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കണം. എന്ത് ഇക്വേഷൻ ഓഫ് ഡയറക്ട്രിക്സ് ജി എന്ന് പറയുന്നത് A/E ആണ്. ഇക്വേഷൻ അല്ല, കോർഡിനേറ്റ്സ് ഓഫ് ദി ഫോക്കസ് എന്ന് പറയുന്നത് AE,0 ആണ്. സ്റ്റാൻഡേർഡ് ഫോമിലുള്ള ഒരു എലിപ്സിന്റെ. ഇനി നമുക്ക് അതിന്റെ ഒരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യാം. സോ P of xy എന്ന് പറയുന്നത് ഒരു ആർബിട്രറി പോയിന്റ് ആണ് ഓൺ ദിസ് എലിപ്സ്. ഓക്കെ, ലെറ്റ് P of xy be an arbitrary point on the given ellipse. And let M be the foot of the perpendicular from P to the directrix. ഈ P എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ഡയറക്ട്രിക്സിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആണ് PM. ഓക്കെ, M ആണ് ഫൂട്ട് ഓഫ് ദി പെർപെൻഡിക്കുലർ. സിൻസ് FP ഈക്വൽ ടു E ടൈംസ് PM. FP എന്ന് പറയുന്നത് ഫോക്കസിൽ നിന്ന് ഈ P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ്. അപ്പൊ P എന്ന് പറയുന്ന പോയിന്റ് ഈ എലിപ്സിൽ കിടക്കുന്നത് കാരണം എലിപ്സിന്റെ ഡെഫിനിഷൻ എന്താണ്? ഫോക്കസിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് എപ്പോഴും E ടൈംസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഡയറക്ട്രിക്സ് ആണ്. സോ ഡിസ്റ്റൻസ് ഫ്രം ദി ഡയറക്ട്രിക്സ് എന്ന് പറയുന്നത് PM ആണ്. സോ E ഇൻറ്റു PM ആയിരിക്കും ഫോക്കസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ദാറ്റ് ഈസ് ഫോക്കസിൽ നിന്ന് P എന്ന് പറയുന്ന പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ FP എന്ന് എഴുതിയിട്ടുള്ളത്. ദാറ്റ് ഈസ് ഈക്വൽ ടു E ഇൻറ്റു PM. E ടൈംസ് ദി ഡിസ്റ്റൻസ് ഫ്രം ദി ഡയറക്ട്രിക്സ്. ഡയറക്ട്രിക്സിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ് PM എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. സോ ബൈ ദി ഡെഫിനേഷൻ ഓഫ് ദി എലിപ്സ് ആണ് നമുക്ക് ഇങ്ങനെ കിട്ടിയത്. അപ്പം നമ്മൾ ഈ ഇക്വേഷന് രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എഴുതുക. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? FP സ്ക്വയർ ഇസ് ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു PM സ്ക്വയർ എന്ന് കിട്ടും. FP ഇസ് ഈക്വൽ ടു E ഇൻറ്റു PM എന്ന് പറയുന്ന ഇക്വേഷനെ നമ്മൾ രണ്ട് സൈഡും സ്ക്വയർ ചെയ്ത് എഴുതുക. സോ വി ഹാവ് FP സ്ക്വയർ ഈസ് ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു PM സ്ക്വയർ. സോ ഈ ഇക്വേഷൻ നമ്മൾ കോർഡിനേറ്റ്സ് യൂസ് ചെയ്ത് ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്ത് എഴുതുകയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? എഫിന്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് AE,0 ആണ്. പിന്റെ കോർഡിനേറ്റ്സ് XY ആണ്. സോ ഡിസ്റ്റൻസ് വിത്ത് x1 മൈനസ് x2 ദി ഹോൾ സ്ക്വയർ പ്ലസ് y1 മൈനസ് y2 ദി ഹോൾ സ്ക്വയർ ആണ് FP സ്ക്വയർ വരിക. അതുപോലെ PM സ്ക്വയർ എന്ന് പറയുന്നത് M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എമ്മിന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അതുപോലെ നമ്മൾ PM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് x മൈനസ് A/E ദി ഹോൾ സ്ക്വയർ ആയിരിക്കും. കാരണം ഇതിന്റെ y കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഇത് x കോർഡിനേറ്റ് ആണ്. x കോർഡിനേറ്റ് എന്ന് പറയുന്നത് A/E ആണ്. y കോർഡിനേറ്റ് എന്ന് പറയുന്നത് y ആണ്. സോ y മൈനസ് y എന്നുള്ളത് 0 ആയി പോകും. ബാക്കി A/E മൈനസ് x അല്ലെങ്കിൽ x മൈനസ് A/E എന്നുള്ള ഡിസ്റ്റൻസ് ആണ് വരിക. ഇവിടെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് A/E ആണ്. ഇവിടുത്തെ x കോർഡിനേറ്റ് എന്ന് പറയുന്നത് x ആണ്. സോ x മൈനസ് A/E ഹോൾ സ്ക്വയർ ആണ് PM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരിക. സോ നമ്മൾ കോർഡിനേറ്റ് വൈസ് എഴുതുമ്പോൾ FP സ്ക്വയർ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് എത്ര വരിക? x മൈനസ് AE ദി ഹോൾ സ്ക്വയർ പ്ലസ് y സ്ക്വയർ വരും. ഇസ് ഈക്വൽ ടു E സ്ക്വയർ ഇൻറ്റു PM എന്ന് പറയുന്ന ഡിസ്റ്റൻസ് x മൈനസ് A/E ദി ഹോൾ സ്ക്വയർ എന്ന് വരും. സോ ഇതിനൊന്ന് നമ്മൾ റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ദിസ് ഇസ് ഈക്വൽ ടു EX മൈനസ് A ദി ഹോൾ സ്ക്വയർ എന്ന് വരും. എന്നിട്ട് നമ്മൾ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതുമ്പോൾ അതിനുശേഷം ഒന്ന് സിംപ്ലിഫൈ എഴുതി റീഅറേഞ്ച് ചെയ്ത് എഴുതുക. സ്റ്റെപ്പൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് അതൊന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഇസ് x സ്ക്വയർ ബൈ A സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ A സ്ക്വയർ ഇൻറ്റു 1 മൈനസ് E സ്ക്വയർ ഇസ് ഈക്വൽ ടു 1 എന്നുള്ള ഇക്വേഷൻ കിട്ടും. അതിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ടിങ് B ഫോർ A ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് E സ്ക്വയർ. A ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് E സ്ക്വയറിന് നമ്മൾ B എന്ന് പറഞ്ഞ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് B സ്ക്വയർ ഈക്വൽ ടു എന്ത് വരും? B is equal to A into root of 1 minus E square ആണെങ്കിൽ B square എന്ന് പറയുന്നത് ഇതിന്റെ സ്ക്വയർ ആണ്. സോ ദിസ് is equal to A square into B square എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഒന്ന് സ്ക്വയർ ചെയ്ത് എഴുതുക. ഇതിനെ സ്ക്വയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? A square into 1 minus E square എന്ന് കിട്ടും. സോ B square equal to A square into 1 minus E square. അപ്പോൾ നമുക്ക് A square into 1 minus E squareന് പകരം B square എന്നുള്ള വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് എഴുതാം. അപ്പോൾ നമുക്ക് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് ദി എലിപ്സ് ഏത് ഫോമിൽ കിട്ടും? x square by A square plus y square by B square equal to 1 എന്നുള്ള സ്റ്റാൻഡേർഡ് ഇക്വേഷൻ കിട്ടും. സോ this is the standard form of
സ്റ്റാൻഡേർഡ് ഇക്വേഷൻ ഓഫ് എൻ എലിപ്സ് ആണ് x square by a square plus y square by b square equal to 1. ഇവിടെ നിങ്ങൾക്ക് ഈ ഫിഗർ നോക്കിയാൽ മനസ്സിലാവും, ഇതാണ് എ എന്ന് പറയുന്ന പോയിന്റ്, a, 0 എന്ന് പറയുന്ന പോയിന്റ്, ഇതാണ് മൈനസ് a, 0 എന്ന് പറയുന്ന പോയിന്റ്. ദിസ് ഇസ് b, 0b, ദിസ് ഇസ് 0 മൈനസ് b. രണ്ട് ഫോക്കസ് ഉണ്ട്. ഇത് ഡയറക്ട്രിക്സ് ആണ്, x equal to a by e. ഇത് ഈ സൈഡിലുള്ള ഡയറക്ട്രിക്സ് ആണ്, x equal to minus a by e. സോ ഇതിൽ ഈ വലിയ ഏറ്റവും ലെങ്തി ആയിട്ടുള്ള ലൈനിനെ നമ്മൾ മേജർ ആക്സിസ് എന്ന് വിളിക്കും. ലെങ്ത് കുറഞ്ഞ അലോങ് വൈ ആക്സിസിലുള്ള ലൈനിനെ നമ്മൾ മൈനർ ആക്സിസ് എന്നാണ് വിളിക്കുക. സെൻറ്റർ എന്ന് പറയുന്നത് ഒറിജിൻ ആയിരിക്കും. So notice that this equation is symmetrical in x and symmetrical in y. So that ellipse also has a second focus. Ellipse in a second focus and f dash equal to minus a e 0. അതുപോലെ അതിനൊരു സെക്കൻഡ് ഡയറക്ട്രിക്സ് ഉണ്ട് d dash. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് x equal to minus a by e ആണ്. പിന്നെ എലിപ്സ് ഇൻ്റർസെക്ട്സ് ദി ആക്സിസ് അറ്റ് ദി പോയിന്റ്സ്. അതായത് എലിപ്സ് എന്ന് പറയുന്നത് എക്സ് ആക്സിസിന് പ്ലസ് ഓർ മൈനസ് a, 0യിലും y ആക്സിസിന് 0, പ്ലസ് ഓർ മൈനസ് ബിയിലുമാണ് ഇൻ്റർസെക്ട് ചെയ്യുന്നത്. അതാണ് ഈ പോയിന്റ്സ് പ്ലോട്ട് ചെയ്തിട്ടുള്ളത്. b മൈനസ് ബി, a മൈനസ് എ എന്ന് പറയുന്ന പോയിന്റിലാണ് ഈ എലിപ്സ് നമ്മുടെ എക്സ് ആക്സിസിനെയും വൈ ആക്സിസിനെയും ഇൻ്റർസെക്ട് ചെയ്യുന്നത്. പിന്നെ നമുക്കറിയാം ദ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് ദി പോയിന്റ്സ് പ്ലസ് ഓർ മൈനസ് a, 0നെയാണ് നമ്മൾ മേജർ ആക്സിസ് ഓഫ് ദി എലിപ്സ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ലൈൻ സെഗ്മെൻറ്റ് ജോയിനിങ് 0b ആൻഡ് 0 മൈനസ് ബി. ഈ 0b എന്ന് പറയുന്ന പോയിന്റിനെയും 0 മൈനസ് ബി എന്ന് പറയുന്ന പോയിന്റിനെയും ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ മൈനർ ആക്സിസ് എന്ന് വിളിക്കും. ഈ മൈനസ് a, 0നെയും a, 0 എന്ന് പറയുന്ന പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈനിനെ നമ്മൾ മേജർ ആക്സിസ് എന്ന് വിളിക്കും. അതായത് ഈ ലൈനാണ് മേജർ ആക്സിസ്, whereas ഈ ലൈനാണ് മൈനർ ആക്സിസ്. സിൻസ് b is less than a, മൈനർ ആക്സിസ് എന്ന് പറയുന്നത് ഷോർട്ടർ ദാൻ മേജർ ആക്സിസ് ആണ്. അതുകൊണ്ടാണ് അങ്ങനെ മൈനർ എന്ന് വിളിക്കുന്നത്. മേജർ ആക്സിസിനെക്കാളും ലെങ്ത് കുറവായിരിക്കും മൈനർ ആക്സിസ്. പിന്നെ ഒറിജിൻ എന്ന് പറയുന്നതാണ് നമ്മുടെ എലിപ്സിൻ്റെ സെൻറ്റർ വരുന്നത്. ഒറിജിൻ ഈസ് ദി സെൻറ്റർ ഓഫ് ദിസ് എലിപ്സ്. പിന്നെ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? x ഈക്വൽ ടു a cos t യും y ഈക്വൽ ടു b sin t എന്ന് പറയുന്ന വാല്യൂസ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ, അതായത് ഓരോ പോയിന്റിനെയും ആ എലിപ്സിലുള്ള ഓരോ പോയിന്റിൻ്റെ കോർഡിനേറ്റ്സിന് പകരം നമ്മൾ x ഈക്വൽ ടു a cos t, y ഈക്വൽ ടു b sin t എന്നുള്ള വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ഇക്വേഷനിൽ ഇട്ട് കൊടുക്കുക. നമ്മുടെ എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് വരും? a cos t ദി ഹോൾ സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് b sin t ദി ഹോൾ സ്ക്വയർ ബൈ b സ്ക്വയർ. അപ്പോൾ ഇത് നമ്മൾ സ്ക്വയർ ചെയ്യുമ്പോൾ a സ്ക്വയറും ക്യാൻസൽ ആയി പോവും, b സ്ക്വയറും ക്യാൻസൽ ആയി പോവും. സോ ദിസ് ഈസ് ഈക്വൽ ടു cos സ്ക്വയർ t പ്ലസ് sin സ്ക്വയർ t. അപ്പോൾ cos സ്ക്വയർ t പ്ലസ് sin സ്ക്വയർ ടിയുടെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ ഈ പാരാമീറ്റർ a cos t b sin t എന്ന് പറയുന്ന പാരാമെട്രിക് ഇക്വേഷൻ നമ്മുടെ സ്റ്റാൻഡേർഡ് ഫോം സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം? x ഈക്വൽ ടു a cos t, y ഈക്വൽ ടു b sin t എന്ന് പറയുന്നത് എലിപ്സിൻ്റെ ഒരു പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ ആണ് എന്ന് ധൈര്യമായി പറയാൻ പറ്റും. കാരണം എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഇക്വേഷനായ x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈക്വൽ ടു 1 കിട്ടുന്നുണ്ട്. സോ അത് സ്റ്റാൻഡേർഡ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ x ഈക്വൽ ടു a cos t ആൻഡ് y ഈക്വൽ ടു b sin t where t lies between മൈനസ് പൈ എന്ന് പറയുന്നതാണ് എലിപ്സിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ അല്ലെങ്കിൽ പാരാമെട്രിക് റെപ്രസെൻറ്റേഷൻ. സോ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. ഒരു എലിപ്സിൻ്റെ സ്റ്റാൻഡേർഡ് ഫോം എന്ന് പറയുന്നത് x സ്ക്വയർ ബൈ a സ്ക്വയർ പ്ലസ് y സ്ക്വയർ ബൈ b സ്ക്വയർ ഈക്വൽ ടു 1 ആണ്. വേർ a ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു b ആൻഡ് എയും ബിയും ഗ്രേറ്റർ ദാൻ 0 ആണ്. പിന്നെ b സ്ക്വയർ ഈക്വൽ ടു എന്താണെന്ന് നമ്മൾ b സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടാണ് നമ്മൾ b സ്ക്വയർ കിട്ടിയത്? a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് e സ്ക്വയറിൻ്റെ വാല്യൂ ആണ് b സ്ക്വയർ അല്ലേ? a സ്ക്വയർ ഇൻറ്റു 1 മൈനസ് e സ്ക്വയറിനെയാണ് നമ്മൾ b സ്ക്വയർ എന്ന് വിളിച്ചത്. പിന്നെ എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ എന്ന് പറയുന്നത് വേരീസ് ഫ്രം 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു e ലെസ് ദാൻ 1. പിന്നെ അതിൻ്റെ പാരാമെട്രിക് ഇക്വേഷൻ എന്ന് പറയുന്നത് x ഈക്വൽ ടു a cos t ആണ്, y ഈക്വൽ ടു b sin t ആണ്. വേർ t ബിലോങ്സ് ടു മൈനസ് പൈ, അതായത് t എന്ന് പറയുന്ന ആംഗിൾ മൈനസ് പൈൻ്റെ ഇടയിലാണ് കിടക്കുന്നത്. ടി എന്ന് പറയുന്ന പാരാമീറ്ററിൻ്റെ വാല്യൂ. പിന്നെ ഇ എന്ന് പറയുന്ന എക്സെൻട്രിസിറ്റിയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ
ഇറ്റ് ഹാസ് ഫോക്കൈ. ഫോക്കൈ എന്ന് പറയുന്നത് ഫോക്കസിന്റെ പ്ലൂറൽ ഫോം ആണ്. അതായത് ഇവിടെ 2 ഫോക്കസ് ഉള്ളത് കൊണ്ട്, ഇപ്പൊ നമ്മൾ കണ്ടു എലിപ്സിന് 2 ഫോക്കസ് ഉള്ളത് കൊണ്ട് നമ്മൾ അതിന്റെ പ്ലൂറൽ ഫോം ആയ ഫോക്കൈ എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത്. സോ ഫോക്കൈയുടെ കോർഡിനേറ്റ്സ് ഏതൊക്കെയായിരുന്നു? a,0യും -a,0യും. ae,0യും -ae,0യും ആണ്. അപ്പൊ അതിനെ നമ്മൾ ഒറ്റയടിക്ക് എഴുതിയതാണ് +or-ae,0. ആക്ച്വലി ഇത് 2 കോർഡിനേറ്റ്സ് ആണ് കേട്ടോ. 2 ഫോക്കസ് ഉണ്ട്. അതിൽ പോസിറ്റീവ് സൈഡിൽ വരുന്ന ഫോക്കസ് പോസിറ്റീവ് ae,0, നെഗറ്റീവ് സൈഡിൽ വരുന്ന ഫോക്കസ് -ae,0. പിന്നെ 2 ഡയറക്ട്രിക്സുകൾ ഉണ്ടായിരുന്നു. ഒന്ന് x = a/e-യും ഒന്ന് x = -a/e-യും. സോ അതിന് രണ്ടിനും കൂടെ ക്ലബ് ചെയ്ത് എഴുതിയതാണ് x = +or-a/e. സോ ഈ ഫോർമുലാസ് ഒക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്ക് എക്സാമ്പിൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ജസ്റ്റ് ബൈ ഹാർട്ട് ഓൾ ദീസ് ഫോർമുലാസ്. പിന്നെ ഇന്നടുത്ത എലിപ്സിൻ്റെ ഭാഗത്തെ നോട്ട്സ് ഒന്ന് എഴുതിക്കോളൂ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് നാളത്തെ ലൈവ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ നാളത്തെ ലൈവ് ക്ലാസ്സിന് മുന്നേ തന്നെ എല്ലാവരുടെയും നോട്ട്സ് ഗൂഗിൾ ക്ലാസ് റൂമിൽ അപ്ലോഡ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു.